എത്ര മനോഹരമാണ് ഈ സ്ഥലം. വളരെ ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി അത്ര ഇതായിട്ട് നിൽക്കുന്നു, അത്ര മനോഹരിയായിട്ട് നിൽക്കുന്നു. അത് നോക്കൂ, ഇവിടെ ഒരു മരം കണ്ടോ, തളിർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ മനോഹരിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് മനോഹരമാണ് ഇവിടെ കാണാനായിട്ട്. മഞ്ഞും ചെടികളും ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനിടയിലൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ദേ ഇവിടെ കണ്ടോ, നമ്മുടെ ഗ്രീനറിയൊക്കെ ഒന്ന് ഷേവ് ചെയ്ത പോലെ കണ്ടോ? ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടെ സൂമായി പോയാൽ അതാ ഇവിടെ ആ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു ഭാഗം കണ്ടോ? അവിടെ ഇത്രയും ഭാഗം നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കണ്ടത് ആ ഗ്രീനറി കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴേക്ക് കണ്ടോ, അവിടെ ഒന്നുമില്ല. ഇതൊരു ക്വാറിയാണ് കേട്ടോ, ഇതൊരു ക്വാറിയാണ്. നിങ്ങൾ നോക്കൂ, ഇത്രയും നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ പറയുന്നുണ്ട് ഹരിത ട്രൈബ്യൂണലും മറ്റുമൊക്കെ ഇവിടെ ഇത് ചെയ്തു, ബാൻ ചെയ്തു ഇതൊക്കെ. ഇത് നോക്കൂ, ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇവിടെ ക്വാറിക്ക് അനുമതി കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരാണ് ഇവിടെ ഈ ക്വാറിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്? നോക്കൂ, ഇത്രയും മനോഹരമായ സ്ഥലത്ത് വളരെ സെൻസിറ്റീവാണ്. നിങ്ങൾ ഈ പാറ തന്നെ നോക്കൂ. ഇതിൻ്റെ ഈ പാറ ഈ പൂമരത്തിൻ്റെ താഴേന്ന് ഇങ്ങനെ വരുന്ന വളരെ, അതായത് അവിടെ ഇടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം മുകളിലത്തെ മല മുഴുവനും ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സ്ഥലത്ത് ക്വാറിയുടെ അനുമതി കൊടുക്കണമെങ്കിൽ നമ്മൾ ഇല്ലിക്കൽ കല്ലിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വലത് ഭാഗത്തായിട്ട് കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ചിന്തിക്കുക, ഇത്രയും മനോഹരമായിട്ടുള്ള പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്വാറി.